അസ്സലാമു അലൈക്കും. പ്രവാചകരുടെ അഗാധമായ സ്നേഹത്തിന്റെ കഥ പറയുന്ന ഒരു കൊച്ചു ചരിത്ര സംഭവമാണ് ഇന്നിവിടെ. കഥയുടെ പേര് പൂമ്പാറ്റയുടെ നാവൽ. പൂമ്പാറ്റകളെ പോലെ പാറി നടക്കുന്ന കുഞ്ഞുങ്ങൾ, വർണ്ണച്ചിറക് വീശുന്ന ചിത്രശലഭങ്ങൾ. എന്തൊരു ചന്തം! നോക്കി നിന്ന് പോകുന്ന മനോഹാരിത. പെരുന്നാളാണ്, അതാണ് ഈ ആഹ്ലാദമൊക്കെ. സൂര്യൻ ഉയരുന്നതേ ഉള്ളൂ. തെക്കുവീർ കൊണ്ട് മുഖരിതമാണ്. സ്വഹാബാക്കളെല്ലാവരും കൂട്ടം കൂട്ടമായി നടപ്പായി ചിരിച്ചു മതിച്ച് കൊഞ്ചിക്കുഴഞ്ഞ് അവരുടെ മക്കളും ഒപ്പം കൂടിയിട്ടുണ്ട്. എല്ലാവരും ചൊല്ലുന്നുണ്ട്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒടുവിൽ ആ സൂര്യ തേജസ് വരവായി. ഒരു കുന്നിറങ്ങി വരുന്നത് പോലെ മനോഹരമായ നടത്തമായിരുന്നു നബിയുടേത്. ഗാംഭീര്യത്തോടെ, എന്നാൽ തല താഴോട്ടാക്കി, മെഴുകളും കീഴ്പോട്ടാക്കി പതുക്കെയാണ് ആ വരവ്. പെട്ടെന്ന് അങ്ങ് ദൂരെ മണ്ണ് തേച്ച ചുവരിനോട് ചാരി ഒരു ഓമനത്തമുള്ള മുഖം നബി കാണാം. നബി ഒന്നുകൂടി അവൻ ശ്രദ്ധിച്ചു നോക്കി. കണ്ണുനീർത്തുള്ളികൾ ഒലിപ്പിച്ച് അവന്റെ മുഖം ആസുക നനഞ്ഞു. ചെളി പുരണ്ട മേനി, വസ്ത്രങ്ങളെല്ലാം തുന്നി കീറിയിട്ടുണ്ടായിരുന്നു. നബി അവനെടുത്തെത്തി. മോനെ, നിനക്ക് എന്ത് പറ്റിയത്? അവിടുന്ന് അന്വേഷിച്ചു. അവനെ കുഞ്ഞു കരങ്ങളെ കൊണ്ട് അവന്റെ മുഖം അമർത്തി പിടിച്ച് അവന്റെ കരച്ചിൽ ഒന്നുകൂടി അവൻ ചിത്തിലാക്കി. വീണ്ടും അവിടെ ചോദിക്കാണ്, മോനെ, ഇന്ന് പെരുന്നാളല്ലേ? നിന്റെ കൂട്ടുകാരെല്ലാം കുളിച്ച് നിന്റെ വസ്ത്രമെല്ലാം ഇട്ട് പള്ളിയിൽ പോകുന്നത് നീ കണ്ടില്ലേ? നീ ഇന്ന് പള്ളിയിൽ വരുന്നില്ലേ? അവിടുന്ന് ചോദിച്ചു. ഉയർന്നു പൊങ്ങുന്ന ഏകേടികൾക്കിടയിൽ അവന്റെ നേർത്ത സ്വരം നബിക്ക് കേൾക്കാറായി. ഇനി എനിക്കാരുമില്ല. എന്റെ ഉപ്പ അള്ളാഹുവിന്റെ റസൂലായ യുദ്ധസംഘത്തിൽ മരിച്ചുപോയി. ദീനിനു വേണ്ടി പടവെട്ടി മരിച്ചു എന്നാണ് ഉമ്മ പറഞ്ഞത്. ഉമ്മയെ മറ്റൊരാൾ വിവാഹം കഴിച്ചു. അദ്ദേഹത്തെ എന്നെ കണ്ടുകൂടാ. അദ്ദേഹം എന്നെ ആട്ടി ഓടിച്ചു. എനിക്കായിട്ട് ഈ ഉപ്പേ ഇനി ബാക്കിയുള്ളൂ. എല്ലാം അവൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞത്. റബ്ബേ, ഇതൊരു എത്തിയും കുട്ടിയാണോ? അവിടുത്തെ കണ്ണുകൾ ചുവന്നു തൊടുത്തു. താടികൾ വിറച്ച്, കൈ വിറച്ച് നബിവിനെ വാരിയെടുത്തു. ഇരു കവിളിലും മാറി മാറി മുത്തം വെച്ചു. അവർ തിരിച്ചു നടന്നു. ആ സാന്ത്വന സൗരഭ്യത്തിൽ മതിമറന്ന് പൂക്കളിൽ നിന്ന് പൂക്കളിലേക്കൊഴുകും പോകുന്ന പൂമ്പാറ്റകളെ പോലെ അവൻ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പാറി നടന്നു. ഒരു മുളരികരാകും പോലെ, ഒരു സാന്ത്വനം പോലെ. വീണ്ടും അവിടുന്ന് ചോദിക്കണം, മോനെ, നിനക്ക് അള്ളാഹുവിന്റെ റസൂലും പിതാവാവുന്നത് എനിക്കിഷ്ടമാണ്. ആയിഷ മോന്റെ മാതാവാവുന്നത് നമുക്കിഷ്ടമാണ്. ഫാത്തിമ മോന്റെ സഹോദരിയാവുന്നത് നമുക്കിഷ്ടമാണോ? ഹസനും ഹുസൈനും ഒക്കെ മോന്റെ കളിക്കൂട്ടുകാരാവുന്നത് മോന് താല്പര്യമുണ്ടോ? അവിശ്വസനീയതയോടെ ആ കുട്ടി നബിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ ആ നിമിഷം ഉറപ്പിച്ച്, ഇത് അള്ളാഹുവിന്റെ റസൂലാണ്, അവൻ ഇഷ്ടമാണെന്ന് മോള്. പൂക്കളിലേക്ക് തേൻ നുകർന്നു പറക്കുന്ന പൂമ്പാറ്റകളെ പോലെ അവൻ പാറി നടന്നു. അവർ വീട്ടിലെത്തി. ആയിഷ ബീവി വന്നു. ആ ഉമ്മയെ അവൻ മതിവരുവോളം നോക്കിക്കണ്ടു. അവരവനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചു. പുതിയ വസ്ത്രമെല്ലാം അവനെ അണിയിച്ചു. ചോറ് കൊടുത്ത് അവരവനെ ഊട്ടി. അവന്റെ വസ്ത്രത്തിന്റെ ചന്തം കണ്ട് അവന്റെ കൂട്ടുകാരെല്ലാം അവന് ചുറ്റും കൂടി. എടാ, ഇയാള് കൊള്ളാലോ, എവിടുന്ന് അടിച്ചെടുത്തതാ ഈ കുപ്പായൊക്കെ? അവന്റെ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു. എടാ, ഞാൻ അടിച്ചെടുത്തൊന്നല്ല. ഞാൻ ദുഃഖിച്ചപ്പോൾ അയാൾ എനിക്ക് ആശ്വാസമായി. നഗ്നനായി എനിക്ക് അയാൾ വസ്ത്രം തന്നു. എനിക്ക് വിശന്നപ്പോൾ അയാൾ എനിക്ക് ഭക്ഷണം തന്നു. നഗ്നനായി എന്നെ അനാഥനായി എന്നെ സനാഥനാക്കി. ആരാണെന്ന് അറിയണ്ടേ? എന്റെ കരളിന്റെ കഷ്ണമായ അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ് എന്റെ പിതാവ്. അവരുടെ പ്രിയ പത്നി ആയിഷയാണ് എന്റെ മാതാവ്. ഹസനും ഹുസൈനും ഒക്കെ എന്റെ കളിക്കൂട്ടുകാരാണ്. ഇത് കേട്ട അവന്റെ കൂട്ടുകാരെല്ലാം ആർത്ത് കരഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിലെ ഒരു അരുമകനായി നബിയുടെ കരം പിടിക്കാൻ അള്ളാഹു നിന്നെ തുണച്ചല്ലോ, അവരെല്ലാം പറഞ്ഞു. വീണ്ടും വർഷങ്ങൾ പിന്നിട്ടു.
ഒരു പെരുന്നാൾ കൂടി അവനിലേക്ക് ആഗതമായി. അന്ന് ശരിക്കും അവന് കൈപിടിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ അന്ന് ഉണ്ടായിരുന്നില്ല. അവൻ വാവിട്ട് പറഞ്ഞു. പകരക്കാരനായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടിയെത്തെങ്കിലും അവനെ ആശ്വസിച്ചില്ല. ദുഃഖം കൊണ്ട് പരവശനായി അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു. വീണ്ടും ഒരു പെരുന്നാൾ കൂടി അവനിലേക്ക് ആഗതമായി. അന്ന് ശരിക്കും അവനെ കൈപിടിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ അന്ന് ഉണ്ടായിരുന്നില്ല. കുട്ടികളെ പോലെ അവൻ വാവിട്ട് കരഞ്ഞു. പകരക്കാരനായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടിയെത്തെങ്കിലും അവനെ ആശ്വസിച്ചില്ല. ദുഃഖം പൂണ്ട് പരവശനായി അവൻ ലോകത്തോട് വിട പറഞ്ഞു. അസ്സലാമു അലൈക്കും.